ഹലോ, നമസ്കാരം. ഉണ്ടാൽ കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന് പലരും കേട്ടിട്ടുണ്ടാവും. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ പോലും കുളിക്കണം. ഉണ്ടാൽ ഉണ്ടതുപോലെ ഇരിക്കണം, ഉണ്ട പോലെ ഇരിക്കരുത് എന്നും പലരും കേട്ടിട്ടുണ്ടാവും. ഈ രണ്ടാമത് പറഞ്ഞതിൻ്റെ പ്രായോക്താവ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത? നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് സ്ലോ ഡൗൺ ചെയ്യും. ഒപ്പം തണുക്കുമ്പോൾ നമ്മുടെ ആമാശയം കൂടുതൽ ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ ഭക്ഷണം കൂടുതൽ വേഗത്തിൽ അല്ലെങ്കിൽ അനുക്രമമായി മുന്നോട്ട് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിന് അനുഗുണമായി നീങ്ങുന്നതിന് വിഘാതമുണ്ടാകാൻ, തടസ്സമുണ്ടാക്കുക, അതിൻ്റെ റേറ്റ് ഓഫ് പ്രോഗ്രഷൻ കുറയും. ഇത് അജീർണം ഉണ്ടാക്കും. പതിവായി ഇങ്ങനെ ചെയ്യുമ്പോൾ ആമാശയത്തിൻ്റെ ആരോഗ്യത്തിന് അത് അടിതെറ്റിക്കുകയും അസുഖ കാരണമാവുകയും ചെയ്യും. ഈ ഉണ്ടാൽ ഉണ്ട പോലിരിക്കണം, ഉണ്ട പോലിരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ നിദാനം, ഈ ഭക്ഷണം വയറുവീർക്ക കഴിച്ചിട്ട് കുനിഞ്ഞ് തുണി നനയ്ക്കുക, തറ തുടയ്ക്കുക, കുഞ്ഞിനെ എടുക്കുക, അല്ലെങ്കിൽ കായികാധ്വാനങ്ങളോടെ ചെയ്യുക, ഇത്തരം ആൾക്കാരിൽ ഇൻറ്റസ്റ്റൈൻ ഹെർണിയേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടും. അംബിലിക്കൽ ഹെർണിയയോ ഇൻഗ്വേനൽ ഹെർണിയയോ സ്ക്രോട്ടൽ ഹെർണിയയോ ഒക്കെ വരാനുള്ളൊരു സാധ്യത കൂടും. അതുകൊണ്ട് ഉണ്ടാൽ ഉണ്ടതുപോലെ വിശ്രമിക്കുകയും ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷം മാത്രം ആയാസമുള്ള ജോലി ചെയ്യുകയും ചെയ്യുക. ഉണ്ടതിന് ശേഷം ഉടൻ തന്നെ ശയിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ തന്നെ അനാരോഗ്യകരമാണ്. എന്തെന്ന് വെച്ചാൽ ഈ ഇൻറ്റസ്റ്റൈൻ്റെ അകത്തുനിന്ന് ഈ ഫുഡ് തിരികെ ഒരു റിഫ്ലക്സ് ഈസോഫാഗൈറ്റിസ് ആയിട്ട് വരാൻ ഇടയാക്കും. ഇത് ഡയഫ്രമാറ്റിക് ഹെർണിയയ്ക്കും സാധ്യത ഉണ്ടാക്കും. അപ്പോൾ ഉണ്ടാൽ ഉടൻ അത്യധ്വാനമുള്ള ജോലികൾ ചെയ്യാതിരിക്കുക. ഭക്ഷണം കഴിച്ചാൽ ഉടൻ ഉറങ്ങാൻ കിടക്കാതിരിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടൻ കുളിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ അനുവർത്തനത്തിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ ദഹന പ്രക്രിയയും ആമാശയത്തിൻ്റെ ആരോഗ്യവും ഒക്കെ സുഗമമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു കാര്യം ഈ ആലേഖനങ്ങളിൽ സ്പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം. ശ്രദ്ധിക്കുമല്ലോ.